അനേകരെ അനാഥരാക്കി ആത്മീയ ആചാര്യൻ ഫാദർ ജോർജ് കരിന്തോളിൽ MCBS വിടവാങ്ങി. ധ്യാനങ്ങളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പതിനായിരക്കണക്കിന് ആളുകളെ പൊതുജീവിതത്തിലേക്ക് നയിച്ച വിശുദ്ധനായ ജോർജ് അച്ഛൻ്റെ അന്ത്യം ഇന്ന് രാവിലെ ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു. ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തിൻ്റെ മുൻ സുപ്പീരിയർ ജനറലും പ്രസിദ്ധ ധ്യാനഗുരുവുമായിരുന്നു ജോർജ് അച്ഛൻ. ബൈബിൾ മനഃപ്പാടമായിരുന്നു കരിന്തോളിൽ അച്ഛൻ. ദൈവവചനത്തിൻ്റെ മനോഹാരിതയെയും ശക്തിയും ആളുകളിലേക്ക് എത്തിച്ച വചനത്തിൻ്റെ പുരോഹിതനായിരുന്നു ജോർജ് അച്ഛൻ. അലിവിൻ്റെയും കരുണയുടെയും ആത്മീയതയുടെയും ആചാര്യനായിരുന്ന കരിന്തോളിൽ അച്ഛൻ്റെ മരണം കേരള കത്തോലിക്ക സഭയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ്. 2012 മുതൽ ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തിൻ്റെ പരംപ്രസാദ് പ്രൊവിൻസിൻ്റെ കാലടിയിലുള്ള ധ്യാനാശ്രമത്തിലായിരുന്നു അദ്ദേഹം. ദിവ്യകാരുണ്യ ധ്യാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആളുകൾക്ക് ആത്മീയോപദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അനേകായിരം ആളുകളാണ് കരിന്തോളിൽ അച്ഛൻ്റെ സഹായത്താൽ ജീവിതത്തിൽ നന്മയുടെ പാതയിലേക്ക് തിരികെ എത്തിയത്. 2002-2008 കാലഘട്ടത്തിലായിരുന്നു ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വന്നത്. സമൂഹത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ കാലമായിരുന്നു അത്. നിയമങ്ങൾക്കുമപ്പുറം കരുണയുടെ സുവിശേഷമായിരുന്നു അദ്ദേഹം തൻ്റെ സമൂഹ അംഗങ്ങൾക്ക് പകർന്നു നൽകിയതെന്ന് നമുക്ക് മറക്കാനാവില്ല. കരിന്തോളിൽ അച്ഛൻ ഓരോ ദിവസവും ദീർഘനേരം പ്രാർത്ഥിക്കുമെന്നായിരുന്നു എന്നാണ് പറയുന്നത്. പകലൊരിക്കലും അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല. വിശ്രമ സമയം അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ മുൻപിലായിരുന്നു പോലും. രാത്രി ഏറെ വൈകിയാലും അച്ഛൻ വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അച്ഛൻ്റെ പ്രാർത്ഥന കണ്ട് സെമിനാരിക്കാർ ഞങ്ങൾക്ക് കരിന്തോളിൽ അച്ഛനെ പോലെയുള്ള ഒരു അച്ഛനാവണം എന്ന് പറയുമായിരുന്നു അത്രേ. വൈദികാർത്ഥികളെ ഭാവാത്മകമായി അത്രമാത്രം സ്വാധീനിച്ച വൈദികർ ചുരുക്കം. ആരെയും അകാരണമായി സെമിനാരിൽ നിന്ന് പറഞ്ഞുവിടാൻ അച്ഛൻ ആഗ്രഹിച്ചില്ല. ഓരോ ദൈവവിളിയും അമൂല്യമായി അച്ഛൻ കരുതി. കരിന്തോളിൽ അച്ഛൻ ആരോടും അരിശപ്പെടുന്നതായി കണ്ടിട്ടില്ലെന്ന് കൂടെ ജീവിച്ച വൈദികർ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരുന്നു കരിന്തോളിൽ അച്ഛൻ്റെ ധ്യാനപ്രസംഗങ്ങൾ മുഴുവനും. കേൾക്കുന്നവർക്ക് ആശ്വാസവും പ്രതീക്ഷയും തൻ്റെ ധ്യാനങ്ങളിലൂടെ അച്ഛൻ നൽകിയിരുന്നു. ബിഷപ്പുമാരെയും വൈദികരെയും സന്യാസിനിമാരെയും ആത്മാരെയും ധ്യാനിപ്പിക്കുവാൻ അച്ഛൻ സമയം കണ്ടെത്തിയിരുന്നു. അച്ഛൻ്റെ ധ്യാനം കൂടി ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം വന്ന നിരവധി പേരുണ്ട്. തൻ്റെ കയ്യിൽ നിന്നും പണം മുടക്കി മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ആളുകളെ അദ്ദേഹം പറഞ്ഞുവിട്ടു. അത്രമാത്രം ആളുകളുടെ നന്മയിലും വളർച്ചയിലും അച്ഛന് താല്പര്യമുണ്ടായിരുന്നു. കരിന്തോളിൽ അച്ഛൻ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളവരെയും കണക്കെടുക്കാനാവില്ല നമുക്ക്. എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ആളുകളെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഈ പുരോഹിതൻ. അച്ഛൻ ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് ജോലി വാങ്ങി നൽകിയവർ കേരളത്തിലുടനീളെ കാണും. പക്ഷേ സഹായിച്ചവരുടെ കണക്കെടുക്കുകയോ അതിനെപ്പറ്റി മറ്റെവിടെയെങ്കിലും പറയുകയോ പ്രസിദ്ധി ആഗ്രഹിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിനും കുടുംബ ചെലവുകൾ നടത്തുന്നതിനും അദ്ദേഹം പണം നൽകിയിരുന്നു. പക്ഷേ ഒരു രൂപ പോലും സ്വന്തം കാര്യത്തിനായി അദ്ദേഹം ഉപയോഗിച്ചില്ല. 2017 മുതൽ കരൾ സംബന്ധമായ അസുഖം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എങ്കിലും തൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് അദ്ദേഹം മുടക്കം വരുത്തിയിരുന്നില്ല. ആശുപത്രി കിടക്കിൽ വെച്ച് പോലും തൻ്റെ രോഗം പരിഗണിക്കാതെ അടുത്തെത്തിയിരുന്നവർക്ക് അദ്ദേഹം ആശ്വാസം പകർന്നിരുന്നു. രോഗവും അസ്വസ്ഥയും വർദ്ധിച്ചതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു. MCBS സന്യാസ സമൂഹത്തിൻ്റെ ആത്മീയതയുടെ മുഖമായിരുന്നു ജോർജ് കരിന്തോളിൽ അച്ഛൻ. കരുണയും മനുഷ്യത്വവും അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ അടുത്ത് വന്നവരെല്ലാം അദ്ദേഹം ആത്മീയമായി ചേർത്തണച്ചു. ആരെയും അദ്ദേഹം അകറ്റി നിർത്തിയില്ല. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉള്ള വേർതിരിവ് അദ്ദേഹം ഒരിക്കലും കാണിച്ചില്ല. കരുണയുടെ ആത്മീയാചാര്യന് പ്രണാമം. ബഹുമാനപ്പെട്ട കരിന്തോളിൽ അച്ഛൻ്റെ ഭൗതിക ശരീരം 20/9/2024 വെള്ളിയാഴ്ച വൈകുന്നേരം കാലടി MCBS ആശ്രമത്തിൽ എത്തിക്കുന്നതും ശനിയാഴ്ച 21/9/2024 രാവിലെ 9:30 മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുമാണ്. അന്തരിച്ച കരിന്തോളിൽ അച്ഛന് ആദരാഞ്ജലികൾ.